26-ൽ ബി ജെ പി അധികാരത്തിൽ വന്നില്ല, പിന്നത്തെ തെരഞ്ഞെടുപ്പിലൊന്നും വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ബി ജെ പി 26-ൽ അധികാരത്തിൽ വരണം. അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ബി ജെ പിക്കുണ്ട്. ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് ബി ജെ പിയാണ്, CPM അല്ല. കോൺഗ്രസിന് സംഘടനാശേഷിയില്ല, തകർന്നിരിക്കുന്നു. അവരുടെ ഇവിടുത്തെ ഭൂരിപക്ഷ ചിന്താഗതിയില്ല. ഇവിടുത്തെ അവർക്ക് അനുകൂലമായ എല്ലാ കാലത്തും ചെയ്തിരിച്ച ന്യൂനപക്ഷം അവരുടെ ഇല്ല. CPM ആരാണ് കൂടെ ഉള്ളത്? അപ്പോൾ ഇന്ന് 26-ൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും കേരള സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നത് ഇത് പൊതുസമൂഹത്തിന് മാത്രമല്ല, ബി ജെ പിയുടെ ഓരോ പ്രവർത്തനത്തോടാണ് ഞാൻ പറയുന്നത്. 26-ൽ ഭരണം പിടിക്കാൻ കഴിയും, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 0 to 80 ഇന്ന് നിങ്ങൾ വന്ന പാർട്ടി ഓഫീസിൻ്റെ മുകളിൽ ബി ജെ പിക്കാരനായ മുഖ്യമന്ത്രി 2026-ൽ കൈപൊക്കി കാണിക്കുന്ന സാഹചര്യം വിദൂരമല്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. 5 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള, UDF-നോടൊപ്പം നിന്നിട്ടുള്ള, കേരള കോൺഗ്രസ് രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, മധ്യകാലത്തിലെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ, 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, അതിലൊന്ന് സ്വതന്ത്രമായി നിന്ന് സ്വതന്ത്രമായി പിതാവ് അനുസരിച്ച് ആ തെരഞ്ഞെടുപ്പ് നടത്തിയ വ്യക്തി എന്ന നിലയിൽ, ഒറ്റയ്ക്ക് നിന്നൊരു ഒരു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ച വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു 26-ൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയും. ഇത് എൻ്റെ ആത്മവിശ്വാസം മാത്രമല്ല, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 26-ൽ ബി ജെ പിക്ക് ഈ വരാൻ പോകുന്ന 6 മാസം കൊണ്ട് ബി ജെ പിയിലേക്ക് വരാൻ പോകുന്ന നേതൃനിരയെ നിങ്ങൾ കണ്ടു. അടുത്ത 6 മാസം കൊണ്ട് ബി ജെ പിയിൽ വരാൻ പോകുന്ന വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ കണ്ടു. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കാൻ പോകുന്ന മുന്നേറ്റം എന്താണെന്ന് നിങ്ങൾ കണ്ടു. വരുന്ന 26 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരുന്നത് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു നേതാവായിരിക്കും. ബി ജെ പിക്ക് 26-ൽ അധികാരത്തിൽ വരാനുള്ള പൊട്ടൻഷ്യൽ ബി ജെ പിക്കുണ്ട്. 16 ലക്ഷം പ്രവർത്തകരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത്രയും പൊട്ടൻഷ്യൽ ബി ജെ പിക്കുണ്ട്. ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന കേരളത്തിൻ്റെ 50% പോപ്പുലേഷൻ ഇന്ന് ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കും. അവിടേക്ക് ഞങ്ങൾ ചെയ്യേണ്ട, ഞങ്ങളുടെ നേതൃനിരയും ഞങ്ങൾ പ്രവർത്തകരും ഒക്കെ ചെയ്യേണ്ട കുറേ ജോലികളുണ്ട്. ആദ്യം എത്രമാത്രം ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും, അത് കൃത്യമായി ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി. അതിന് തക്ക നേതൃനിര ഇതിനുണ്ട്.